എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസിനോടനുബന്ധിച്ച് നിർമ്മിച്ച ഒരു പടുകൂറ്റൻ സ്റ്റാറിൻ്റെ, അതും കയറ് വരിഞ്ഞുകൊണ്ട് നിർമ്മിച്ച ഒരു പടുകൂറ്റൻ സ്റ്റാറിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഇത് നിർമ്മിച്ചത് എൻ്റെ ഇടവകയിൽ തന്നെയാണ്. കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള അലക്കുഴി സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലാണ് ഈ സ്റ്റാർ നിർമ്മിച്ചത്. നമുക്ക് ആ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ പണികൾക്കും നേതൃത്വം നൽകുന്ന കമ്മിറ്റി അംഗം കൂടിയായ തോമസ് അച്ചാൻ തന്നെയാണ് ഈ സ്റ്റാർ നിർമ്മാണത്തിനും നേതൃത്വം നൽകുന്നത്. അച്ചാൻ ഒരു വെൽഡർ കൂടെയാണ്. നമ്മൾ ഈ കയറ് വരിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അച്ചാൻ ഈ ഫ്രെയിമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പോയി 200 പിടി കയറ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആദ്യമേ ഞങ്ങളൊരു 100 പിടി കയറ് വാങ്ങിച്ചിരുന്നു. അത് തികയത്തില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും പോയി 200 പിടി കയറൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ കയറൊക്കെ വാങ്ങി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് ഞങ്ങളെല്ലാവരും കൂടെ കയറങ്ങോട്ട് വരിയാൻ ആരംഭിച്ചു. ഏകദേശം വൈകുന്നേരം ഒരു 3 മണിക്ക് കയറ് വരിയുന്നതിൻ്റെ പണി തുടങ്ങി. അങ്ങനെ സ്റ്റാറിൻ്റെ സെൻറ്റർ പോർഷൻ ഞങ്ങൾ വരിഞ്ഞ് തീർന്നു. അതിനുശേഷം ഓരോരുത്തർ ഓരോ മൂലയിലായിട്ട് സ്റ്റാറിൻ്റെ കാലുകൾ ഓരോന്നിങ്ങനെ വരിയാനായിട്ട് തുടങ്ങി. അങ്ങനെ പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങളും യുവജനങ്ങളും എല്ലാവരും ചേർന്ന് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഓരോ കാലുകളും ഇങ്ങനെ വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരിഞ്ഞു വന്ന അവസാനം വീണ്ടും കയറ് തികയത്തില്ല എന്ന് കണ്ട് വീണ്ടും ഒരു ഏകദേശം 20 പിടി കയറും കൂടെ വേണ്ടി വരുമെന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വീണ്ടും പോയി ഒരു 20 പിടി കയറ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും വരിഞ്ഞു തുടങ്ങി. 20 പിടി കയറിൽ 17 പിടി കയറും കൂടെ ആയി. അങ്ങനെ മൊത്തത്തിൽ 317 പിടി ഇടക്കയറാണ് നമ്മൾ ഈ സ്റ്റാർ വരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ സ്റ്റാറിൻ്റെ കയറ് വരിയുന്ന പരിപാടികളെല്ലാം അവസാനിച്ചു. അങ്ങനെ അവസാനിച്ചപ്പോഴത്തേക്കൊക്കെ ഏകദേശം 10 മണിയോളം ആയായിരുന്നു. അതുകൊണ്ട് അന്നത്തെ പണികൾ അവസാനിപ്പിച്ചിട്ട് വീണ്ടും ഞങ്ങളൊരു ദിവസം വീണ്ടും വന്നു. അതിൻ്റെ ബാക്ക് പോർഷൻ്റെ സെൻറ്റർ ഭാഗം മറയ്ക്കാനായിട്ട് ഞങ്ങൾ 4 ചണച്ചാക്കി ഉപയോഗിച്ചിട്ടാണ് അത് കൂട്ടി തുന്നി ചേർത്തിട്ടാണ് ഞങ്ങളത് ചെയ്തത്. ചാക്കും തുന്നി കഴിഞ്ഞു. ഇനി സ്റ്റാർ തൂക്കുന്നതിനുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഏണി ചേർത്ത് കെട്ടിയിട്ട് തോമസ് തന്നെയാണ് ഇങ്ങനെ മുകളിൽ കയറി കപ്പി കെട്ടാൻ വേണ്ടി മുകളിൽ കയറിയിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടി സാരിയൊക്കെ ചുറ്റി തെങ്ങിലും നമ്മുടെ ദേഹത്തൂടെയൊക്കെ സാരി ചുറ്റി സേഫ്റ്റി ആയിട്ട് നിന്നിട്ടാണ് കപ്പി കെട്ടാൻ പോകുന്നത്. അങ്ങനെ കപ്പി കെട്ടിക്കഴിഞ്ഞു. ഇനി എല്ലാവരും ചേർന്ന് സ്റ്റാർ ഉയർത്താനുള്ള പരിപാടി തുടങ്ങുകയാണ്. അതിനുവേണ്ടി എല്ലാവരും ചേർന്ന് സ്റ്റാർ എടുത്ത് കപ്പിക്കുട്ടിരിക്കുന്ന കയറിനകത്തോട്ട് കെട്ടാൻ പോവുക. അങ്ങനെ ആ കയറെല്ലാം കെട്ടി സെറ്റാക്കി ഏകദേശം 20 അടിയോളം ഉയരമുള്ളൊരു സ്റ്റാറാണ്. അപ്പോൾ ഉയരത്തിൻ്റെ അനുസരിച്ച് അത്രയും കയറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല വെയിറ്റാണ് സ്റ്റാറിന്. എല്ലാവരും ചേർന്ന് അങ്ങനെ അത് ചാരി നിർത്തി ഇനി അത്
നല്ലതുപോലെ പിടിച്ചുയർത്തുകയാണ്. സ്റ്റാർ അങ്ങനെ ഉയർത്തി ലെവലൊക്കെ ചെയ്ത് സ്റ്റാർ നല്ല രീതിയിൽ കെട്ടി ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഇത് സ്റ്റാറിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പിറ്റേ ദിവസം ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ജോഷോ പാറൽ അച്ഛനാണ് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്ത് അച്ഛനൊരു ക്രിസ്മസ് സന്ദേശം നൽകുകയും അതിനുശേഷം അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഞങ്ങളുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.